ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരമേ. സ്നേഹമുള്ള എല്ലാ എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ ടെറസിലെ ഗാർഡനാണിത്. ടെറസിൽ എല്ലാം ഫ്രൂട്ട് ഐറ്റംസാണ്. എല്ലാം പലതരത്തിലുള്ള ഫ്രൂട്ട്സാണ്. ഞാൻ പറഞ്ഞില്ലേ ഓരോ ദിവസം ഓരോ ഫ്രൂട്ട്സ് ഇടുമെന്ന്. അപ്പോൾ ഇന്നത്തെ ഫ്രൂട്ട്സ് ഞാൻ ഇടാൻ പോകുന്നത് ഒരു തായ്ലൻഡ് പേരയാണ്. പക്ഷേ എനിക്കിത് കിട്ടിയപ്പോൾ കൊച്ചു തൈയായിരുന്നു. അതിനെ നമ്മൾ നട്ട് സാധാരണ എല്ലാ പോട്ടിങ് മിക്സും ചേർത്ത് നട്ട് പരിപാലിക്കും. നമ്മൾ ദിവസവും പരിപാലിക്കുമ്പോൾ ഉണ്ടോ അതിൻ്റെ കായ്ഫലം എനിക്ക് കിട്ടി. അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക. അത് പറിക്കുന്നതിന് മുമ്പൊക്കെ ഒരു ഫോട്ടോ എടുക്കണ്ടേ എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തത്. വലിയ പേരയ്ക്കയാണ് ഉണ്ടോ, വലിയ പേരയ്ക്ക, വലിയ പേര, കൊച്ചു പേരയിൽ വലിയ പേരയ്ക്ക ഉണ്ട്. ഇതൊക്കെ പഴുത്ത് ഞാൻ കവറിട്ട് വെച്ചിരിക്കുകയാണ്. പഴുത്ത് അതിന്ന് പറിക്കണം. അത് കൈ പറിച്ചപ്പോഴേ കയ്യിലത് വീണ് അതിന്ന് എടുക്കണം കഴിക്കാനായിട്ട്. കൊച്ചു പേരയാണ് ഉണ്ടോ. അപ്പോൾ നമ്മൾ ഈ ഫ്രൂട്ട്സ് ഇങ്ങനെ പറിക്കാൻ വരുമ്പോൾ നമ്മുടെ സന്തോഷം ഇത് നട്ടു വളർന്ന എല്ലാവർക്കും അതിൻ്റെ അറിയാൻ പറ്റുമായിരിക്കും. ഉണ്ടോ, വലിയ പേരയ്ക്കയാണ്. ചെറിയ കുത്ത് വീണിട്ടുണ്ട്. ഈ പേരയുടെ വലിപ്പം ഞാൻ കാണിച്ചു തരാം. കേട്ടോ, പക്ഷേ ഈ പേരയ്ക്ക 8 പേരയ്ക്കയുണ്ട്. പക്ഷേ അതിൻ്റെ തൈ കണ്ടോ, ചെറിയ തൈയാണ്. ഇത്രയേ ഉള്ളൂ. ഇത്രയും തൈയിലാണ് ഇത്രയും പേരയ്ക്ക നിൽക്കുന്നത്. നമ്മളൊരു 500 ml വലിയ പോട്ടിലാണ് അത് നട്ടേക്കുന്നത്. ഞാൻ എല്ലാം യൂട്യൂബ് കണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതിനുള്ള വളമെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഞാനും ഹസ്ബൻഡും കൂടെ മണ്ണെല്ലാം കൂടെ ചുമന്നുകൊണ്ട് മേളിൽ കയറ്റി അവിടെ മണ്ണ് കൂട്ടിയിട്ടിട്ട് ചകിരിച്ചോറും ആദ്യം മണ്ണ് കുറച്ച് ഡോളോമേറ്റ് ചെയ്ത് ഒരാഴ്ച ഇട്ടേക്കും. അത് കഴിഞ്ഞിട്ട് സാധാരണ ചകിരിച്ചോറ്, ഇച്ചിരി ചകിരിച്ചോറേ കാണത്തുള്ളൂ. കാരണം ഇത്രയും ഫില്ല് ചെയ്യാനുള്ള ചകിരിച്ചോറ് നമ്മുടെ കയ്യിലില്ല. അടിയിൽ കുറച്ച് മെറ്റൽ പാകും. എന്നിട്ട് അതിൻ്റെ മണ്ടേ 2-4 തൊണ്ട് വയ്ക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മണ്ണും കുറച്ച് മണലും ചാണകപ്പൊടിയും അതുപോലെ തന്നെ കരികല കമ്പോസ്റ്റ് അല്ല, എല്ലാ തരത്തിലുള്ള വേസ്റ്റ് നമ്മൾ മുറ്റവും ചുറ്റുപാടുള്ള വൃക്ഷങ്ങളുടെ എല്ലാ ഇലകളും കൂട്ടി നമ്മൾ വെച്ചേക്കും. അത് നല്ലൊരു പിടി അടിയിൽ അങ്ങിടും. പിന്നെ കണിക്കൊന്നയുണ്ടല്ലോ, കണിക്കൊന്നയല്ല, വേറെ ചീമക്കൊന്ന. അപ്പോൾ ഹസ്ബൻഡ് ദൂരെ നിന്ന് അവിടെ കുറച്ച് ചീമയുടെ കൊന്നയുടെ ഇല ഒന്ന് അടിയിൽ പാകിയിട്ടുണ്ട്. അത് വളമാണെന്ന് പറയുന്നു എല്ലാവരും. അപ്പോൾ അതുകൂടെ അകത്തിട്ടിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് എനിക്ക് വലിയ മണ്ണും മണലും ചിലവില്ല. ഇങ്ങനെയുള്ള സാധനങ്ങൾ അടിയിൽ പാകുന്നുണ്ട്. നമ്മൾ ബോട്ടിലിൻ്റെ ഹാഫ് ഭാഗം മാത്രമേ നിറയ്ക്കത്തുള്ളൂ. ബാക്കിയെല്ലാം സ്പേസ് വിട്ടേക്കും. കാരണം അടുക്കളയെല്ലാം ഞാൻ പറഞ്ഞില്ലേ 15 ദിവസം കൂടുമ്പോൾ വളരെ കമ്പോസ്റ്റ് ഒഴിക്കാൻ വേണ്ടിയുള്ള സ്ഥലമാണ്. അപ്പോൾ അത് കാരണം ആ മിക്സിങ്ങിനകത്ത് നമ്മൾ അങ്ങനെ ഇത്ര സ്പേസ് ഇടുമ്പോൾ നമുക്കതിൽ പയർ കൃഷി ചെയ്യാം, ചീര ചെയ്യാം. അതൊന്നും ചെയ്യേണ്ട, ഇങ്ങനെ കിളിച്ച് വരുവാണ്. കണ്ടോ, ചീരകൾ, ചുമന്ന ചീര, വെള്ളച്ചീര, പിന്നെ പയർ, അങ്ങനെ ഞാൻ ഈ നട്ടിരിക്കുന്ന എല്ലാ